ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഡ്രസ്സിൽ നിന്നും എങ്ങനെയാണ് അളവെടുത്ത് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവെടുക്കേണ്ട ഡ്രസ്സ് ഇതേപോലെ നന്നായി നിവർത്തി ഇട്ട് കൊടുക്കാം. നിവർത്തിയിട്ടതിന് ശേഷം ഒരുപാട് ചുളിവുകളൊന്നും ക്ലോത്തിൽ ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ അളവെടുക്കുന്ന ക്ലോത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായി നിവർത്തിയിട്ട് കൊടുക്കുക. നിവർത്തിയിട്ടതിന് ശേഷം ഈ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ലെങ്ത്ത് എടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കരുത് കേട്ടോ. നെക്ക് വിഡ്ത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്ത് നമ്മൾ എടുക്കുക. അതിന് ശേഷം നമുക്കൊരു ബുക്ക് എടുത്ത് നമ്മളടുത്ത് ഒരു ബുക്കും പേനയും ഉണ്ടാവണം കേട്ടോ. എത്രയാണ് അളവ് എന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് ലെങ്ത്ത് എന്ന് എഴുതുക, അല്ലെങ്കിൽ നീളം എന്ന് എഴുതുക. എന്നിട്ട് എത്രയാണോ വേണ്ടത് അത് എഴുതി വയ്ക്കുക. അതിന് ശേഷം ഇനി നമുക്ക് എടുക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ എടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ് ജോയിൻറ്റ് വരുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ജോയിൻറ്റ് വരെയുള്ള അളവ്. സ്റ്റിച്ചിങ് ഒന്നും നോക്കണ്ട, അതായത് നമ്മൾ സീം അലവൻസൊക്കെ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം ഷോൾഡറിന് എഴുതിയിട്ട് അളവ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്, അളവെടുക്കേണ്ടത്. മാർക്ക് ചെയ്യല്ല, അളവെടുക്കേണ്ടത്. അപ്പോൾ നെക്ക് വിഡ്ത്തിൽ നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം കറക്റ്റ് നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ നിന്നും അടുത്ത വിഡ്ത്തിലേക്ക് ഇതേപോലെ ടാപ്പ് കറക്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എത്രയാണോ കിട്ടുന്നത് ഈ ഒരു അളവാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ അപ്പോൾക്കപ്പം തന്നെ എഴുതി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മൈൻഡിൽ നിന്നും വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പം അത് കൈയോട് കൂടെ തന്നെ എഴുതി വയ്ക്കാം. അതുപോലെ കറക്റ്റായിട്ട് തന്നെ വെക്കണം, വൈഡായി പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ടാപ്പ് പിടിക്കുക. ഉണ്ടോ, കറക്റ്റ് നെക്കിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ഇതിൻ്റെ കറക്റ്റ് അളവിലേക്ക് ടാപ്പ് പിടിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ പിടിക്കുമ്പം എത്രയാണോ നമുക്ക് ആ ഒരു മടക്ക് ഭാഗത്ത് കിട്ടുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു അളവ് എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ ബാക്ക് നെക്കും എടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് എടുക്കുന്നത് മനസ്സിലായില്ലേ, അതേപോലെയാണ് നമ്മൾ ബാക്കിലേക്കുള്ള അളവും എടുക്കേണ്ടത്. ഇനി എടുക്കുന്നത് ആം ഹോളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത്ത് എത്രയാണോ എന്നുള്ളത് ടാപ്പിനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരളവാണ്. 6 ഇഞ്ചാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് അളവാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന അളവ് എത്രയാണോ ആ അളവ് കറക്റ്റായിട്ട് എടുക്കുക. ഇതേപോലെ ആം റൗണ്ടും എടുത്തു കൊടുക്കാം. അത് എടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാനതിൻ്റെ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. കണ്ടോ, ഒരു ചെസ്റ്റ് മുതൽ നമുക്ക് അടുത്ത, അതായത് നമ്മൾ ഈ സ്ലീവിൻ്റെ ആ ഒരു കൈക്കുഴി ഉണ്ടല്ലോ അവിടെ നിന്നും അടുത്ത കൈക്കുഴി വരെയുള്ള അളവാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത്. 16.5 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന അളവ് തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്യാനുണ്ട്, അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇനി എടുക്കുന്നത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് നമുക്ക് ഷോൾഡറിൽ നിന്നും വേസ്റ്റിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിൽ നിന്നാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഷേപ്പിൻ്റെ ഒരു ഭാഗം കാണാം, നമുക്ക് ചെസ്റ്റിനേക്കാൾ കുറച്ച് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കുഴി പോലെ വരുന്ന ഭാഗമുണ്ട്, അവിടുന്ന് ഇതുപോലെ അളവെടുത്ത് കൊടുക്കുക. പിന്നെ ഫ്ലെയർ എടുക്കേണ്ടതില്ല നമുക്ക് ആ ഒരു കാരണം ഇതൊരു ലൈൻ ചുരിദാറിൻ്റെ അളവാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെയർ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്ലോത്തിൽ മുഴുവൻ എടുക്കാം. ഇനി അതല്ല നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ചുരിദാറാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ, സ്ട്രിറ്റുള്ള ചുരിദാറാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് എടുക്കാം. ഈ ഒരു അറ്റം തൊട്ട് അടുത്ത അറ്റം വരെ എത്രയാണോ ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് സ്ലീവിൻ്റെ ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് എടുക്കുന്നതും ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, അതായത് നമുക്ക് സ്ലീവ് ജോയിൻറ്റ് വന്നിട്ടില്ലേ, ഈ ജോയിൻ്റ് ഒന്ന് എത്ര നീളമാണോ വേണ്ടത് ആ ഒരു നീളം മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് സ്ലീവ് റൗണ്ടും ഇതേപോലെ ടാപ്പ് പിടിച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതെടുക്കുക. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ക്ലോത്ത് ചുളിവില്ലാതെ വരണം കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് കിട്ടിയിട്ടുള്ള അളവുകളൊക്കെ ഒന്ന് നോക്കിയേ. ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അടുത്തത് ഷോൾഡറാണ്. ഷോൾഡർ വരുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചാകുമ്പം അതിൻ്റെ പകുതി 6 ഇഞ്ച് ഇട്ട് കൊടുക്കുക. പ്ലസ് 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ.
6.5 ഇഞ്ചാണ് അപ്പോൾ ഇടേണ്ടത്. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണ്ടേ, അതിനായിട്ടാണ് 1/2 ഇഞ്ച്. അടുത്തത് നെക്ക് വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത് 5.5 ഇഞ്ച്. 5.5 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2.25 കിട്ടും. അടുത്തത് നെക്ക് ലെങ്ത്ത് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4 ഇഞ്ചാണ്. അപ്പോൾ 4ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക. പിന്നെ ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സീം അലവൻസുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് 16ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 8.25ൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തു, സീം അലവൻസിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തു. ഇനി വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഡ്രസ്സിൽ നിന്നാണ് അളവെടുക്കുന്നത്. ബോഡിയിൽ നിന്നാകുമ്പോൾ നമ്മൾ 4 ഭാഗം കണ്ടു, ഡ്രസ്സിൽ നിന്നാകുമ്പോൾ അതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സ്ലീവ് ലെങ്ത്ത് 16 ഇഞ്ചിൻ്റെ കൂടെ മടക്കി തയ്ക്കാനും ഷോൾഡർ ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സ്ലീവ് ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുക. പിന്നെ സ്ലീവ് റൗണ്ട് 4.5 ഇഞ്ച്, അതിൻ്റെ കൂടെ ലൂസായിട്ട് 1 ഇഞ്ചും കൂടെ ഇട്ട് കൊടുക്കുക സീം അലവൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് അളവെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലോത്തിനെ ഇതേപോലെ 2ആയിട്ട് മടക്കുക. വിഡ്ത്തിലേക്കാണ് ആദ്യം മടക്കിയിട്ടുള്ളത്. അതിന് ശേഷം ഇതുപോലെ ലെങ്ത്തിലേക്ക് നടുമടക്കി കൊടുക്കുക. ഇത് വിഡ്ത്ത് കുറവാണ് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുന്നത്. ആദ്യം വിഡ്ത്തിലേക്ക് മടക്കി. ഇതൊരു സ്കൂളിൻ്റെ യൂണിഫോമിന് വേണ്ടിയിട്ടാണിത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മീതെ ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്ലോത്തിനെ ലെവൽ ചെയ്യാനാണ്. കാരണം മീതെ ഫോൾഡ് ചെയ്ത ഭാഗമല്ലേ, അപ്പോൾ എങ്ങാനും വല്ല ചുളിവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മടക്ക് ഭാഗത്ത് നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തൊന്ന് താഴേക്ക് എത്ര നീളമാണ് നമുക്ക് വേണ്ടത്? 37.5 ഇഞ്ച് വേണം അല്ലേ, സീം അലവൻസ് അടക്കം അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ നമുക്ക് 12 കിട്ടി. അതിൻ്റെ പകുതി 6 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേ അളവ് തന്നെ നമ്മൾ താഴേക്ക് ആം ഹോളും കിട്ടിയിട്ടുണ്ട് അല്ലേ, 6.5 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആം ഹോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടി, 1/2 ഇഞ്ച് സീം അലവൻസും കൂട്ടി ഇട്ട് കൊടുത്തു. അത് ഈ 6.5 തന്നെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനി ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുക 8.25. നമുക്ക് 16.5 കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പകുതി 8.25, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അല്ലെ നമുക്ക് പ്രാക്ടീസ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, 1.5 ഇഞ്ചിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് 14 ഇഞ്ച്. ഇനിയിപ്പോൾ ഡ്രസ്സിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അളവാണ് 14 ഇഞ്ച് എന്നുള്ളത്, അതിട്ട് കൊടുത്താൽ മതി. വേസ്റ്റ് ലെങ്ത്ത് കേട്ടോ. അവിടെ വേസ്റ്റിൻ്റെ റൗണ്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 16 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ സീം അലവൻസ് ഇട്ട് കൊടുക്കണേ. ഇവിടെ 1.25 ഇഞ്ച് ഞാനിവിടെ ഷേപ്പ് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു മെലിഞ്ഞൊരു കുട്ടിയാണ്, അപ്പോൾ നമുക്ക് 1.25 ഇഞ്ച് മതി. ഇനി ഫ്ലയറിൻ്റെ ഭാഗം നമുക്ക് ഈ ഒരു ക്ലോത്ത് വീതി കുറവാണല്ലോ, അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് എടുക്കാം. ലൈൻ അല്ലേ, യൂണിഫോമാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സീം അലവൻസിൽ നിന്നും ആ ഫ്ലയർ മൊത്തം ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈൻ ചുരിദാർ കാണിച്ചിട്ടില്ലേ, അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നെക്കിൻ്റെ വിഡ്ത്താണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 5.5 അല്ലേ. അപ്പോൾ 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 2.25 അല്ല, 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ക്യാൻവാസിലല്ല ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് 4 ഇഞ്ച് കുറച്ചെടുക്കുന്നത്. ലെങ്ത്ത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 5.5 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 4.5 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആം ഹോള് ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ കർവ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കട്ലേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്ലയറിൻ്റെ ഭാഗത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതുപോലെ ഒരു 1-1.5 ഇഞ്ചോ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി പീസാണ്, സൈഡിലെ ഭാഗമാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. സ്ലീവ് എടുക്കുമ്പം ഇതുപോലെ ക്ലോത്തിനെ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ
ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ നമ്മുടെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു തേര് വശം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 16 + 1.5 ഇഞ്ച് സീം അലവൻസും അല്ലേ. അങ്ങനെ 17.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കിയുള്ള അളവ് മാർക്ക് ചെയ്യാൻ. കാരണം ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 8.25, അതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. താഴേക്കൊരു 3 ഇഞ്ചോളം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം സ്ലീവിന് ഷേപ്പ് കൊടുക്കുക. സ്ലീവിന് ഷേപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ അളവാണല്ലോ കൊടുത്തിട്ടുള്ളത്, അതപ്പോൾ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഇനി സ്ലീവിൻ്റെ റൗണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവ് റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4.5 അല്ലേ, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ തുമ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഈ അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ. കാരണം നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. 1 ഇഞ്ച് 4.5 ഇഞ്ച് നമ്മൾ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തു, 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ വണ്ണമുള്ളവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കട്ട് ചെയ്തതിന് ശേഷം താഴത്തെ പീസ് ഉണ്ടല്ലോ അവിടെ നിന്നും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടതില്ല, അപ്പോൾ അത് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. താങ്ക് യു.